ബോള് കളിക്കാം. കളിക്കാം. ഹായ്, എനിക്കൊരു പോയിന്റായി. നിനക്ക് 0. ചേച്ചി കയ്യിലല്ല എറിഞ്ഞത്, താഴെ എറിഞ്ഞ്. അതിന് ഞാൻ കയ്യില എറിഞ്ഞ്. അപ്പൊ ചേച്ചി കള്ളകളി. നിന്നോട് ഞാൻ പറഞ്ഞു ഐഷു എന്റെ നേരെ എറിയാൻ. നീയും താഴോട്ട് എറിയണമായിരുന്നു. ചേച്ചിയോട് ഞാൻ കളിക്കില്ല. അശ്വിൻ ചേട്ടൻ വരട്ടെ. അയ്യടാ, അശ്വിൻ ചേട്ടൻ നിന്നോട് കളിക്കുന്ന വിചാരം? കളിക്കും. അശ്വിൻ ചേട്ടനെ പരീക്ഷ വരാൻ പോണ പരീക്ഷ. എന്നാലും കളിക്കും. മോളെ, അശ്വിൻ ചേട്ടൻ നിന്നെ പോലെ എന്നെ പോലും ചെറിയ കുട്ടിയല്ലാട്ടാ. അതിന് കളിച്ചൂടെ? വലിയൊരു വെറുതെ നമ്മളെ കാണിക്കാൻ കളിക്കണേന്, അല്ലാതെ അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ചേച്ചി നോണ പറയാ. എന്നാ പിന്നെ വിശ്വസിക്കണ്ട. ഞാൻ നോക്കിയിട്ട് അവർക്കൊക്കെ കറങ്ങണതാണ് കൂടുതൽ ഇഷ്ടം. എങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം ഞാൻ കളിക്കാൻ വിളിച്ചപ്പോഴേ അശ്വിൻ ചേട്ടൻ പറയായിരുന്നു ബൈക്ക് എടുത്ത് പോവാണ്, എവിടേക്കോ കറങ്ങാനുണ്ട് എന്ന്. സത്യം സത്യം. സ്നേഹ ചേച്ചിനെ കൂട്ടിയിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ പോയതാവുന്ന എനിക്ക് തോന്നണേ. അത് നീ എന്തുന്ന കരയണേ? അതെന്നെ കൊണ്ടുപോയിട്ടില്ല. അതിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, കഴിഞ്ഞു പോയില്ലേ. ഈശ്വര, ഞാൻ പെട്ടൂലോ. ഇനി ഇവളെ കരയിച്ചു എന്നും പറഞ്ഞ് എല്ലാരും കൂടി എന്റെ മേക്കിട്ട് കേറും. ഒരു കാര്യം ചെയ്യാം, ഇന്ന് അച്ഛൻ വരുമ്പോ പാർക്കിലോ ബീച്ചിലോ കൊണ്ടാൻ പറയാം. ഞാൻ പിന്നെയും പെട്ടൂലോ ഈ സാധനത്തെ കാരണം. എന്താണ്? എന്റെ പൊന്നശ്വിൻ ചേട്ടാ, എങ്ങനെയെങ്കിലും ഇവളുടെ കരച്ചിലൊന്ന് നിർത്തിത്താ. അതിന് നീ എന്തുടന കരയിപ്പിച്ചേ? ഞാനല്ല അശ്വിൻ ചേട്ടനെ കരയിപ്പിക്കാൻ കാരണം. എന്തുട്ട്? ഞാൻ എന്തുട്ട് ചെയ്തേ? അത്രേ ഉള്ളൂ. നന്ന് പോയി കളയാം, ഇന്ന് ഞായറാഴ്ചയല്ലേ. പിന്നെ അല്ല, ആ ദിവസം ഇനി എങ്ങനെയാ പോവാ? ഇതിനെ മേയ്ക്കാൻ മാമിക്ക് പറ്റുള്ളൂ ട്ടാ. സത്യം. എന്നൊന്ന് വിളിച്ചേട്ടാ, ഞാൻ വിളിച്ച എനിക്ക് വഴക്ക് വരും. മാമിയെ ഒന്ന് ഇങ്ങടേക്ക് വായോ. ഈ കുട്ടിയെന്നെ മീൻ മുറിക്കാനും സമ്മതിക്കില്ല. എന്ത് വലിയ ജീവിത പ്രശ്നാണാവോ നിനക്കുള്ളത്? പൊന്നശ്വിനെ ബൈക്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അതിനോ ആ ദിവസം കൊണ്ടുപോണെന്നാ പറയണേ. ഇതിലും ഭേദം എന്നെ കൊല്ലണതായിരുന്നു. ഐഷുമോളെ, ഒരു കാര്യം അറിയോ? ഇന്ന് വൈകിട്ട് കൃത്യം 5 മണിക്ക് ആ ദിവസമാവും, അറിയോ? അപ്പൊ ആ സമയത്ത് അശ്വിനുമായിട്ട് പോയാ മതി അല്ലേ? കറക്റ്റ്. അല്ലമ്മേ, ഇന്നെങ്ങനെയാ ആ ദിവസം ആവണേ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട മഞ്ജു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അതിന്റെ കരച്ചിലൊന്ന് നിർത്തി വരണേണ്. എന്നാലും അമ്മേ, ഇന്നെങ്ങനെ? മഞ്ജു, അതൊക്കെ അങ്ങനെയാണ്. അമ്മേ, 5 മണി എപ്പോഴാവും? അതിനി അധികം സമയമില്ലാട്ടാ. പോയാലോ? അയ്യോ, പോവാമേ. എവിടെ വേണമെങ്കിലും പോവാം. പാർക്കെങ്കിൽ പാർക്ക്. വന്നോളൂ. അപ്പൊ പ്രോബ്ലം തീർന്നേ. ഞാനിനി അടുക്കളയിലേക്ക് പോട്ടെ. ഇപ്പൊ അങ്ങനെ ആയില്ലേ? എന്റെ ഈശ്വര, ഇത് അടുത്ത കോടാലി ആയില്ലോ. അത് അശ്വിൻ ചേട്ടൻ മറന്നതാവും ലേടാ. ശരിയാണ്, ഞാൻ മറന്നേ പോയി. പെട്ടെന്ന് മുങ്ങിക്കളയാം. കൂടുതൽ ഇവിടെ നിന്നാ ശരിയാവില്ല. ക്ടാവെന്റെ തലയാ തിന്നും. എനിക്ക് വിശക്കണോ? ഇവിടുന്ന് കഴിച്ചിട്ട് പോയാലോ? അതിനെന്താ, കഴിക്കാലോ. മോനെന്തുട്ടാ വേണ്ടേ? പൊറോട്ടയും ബീഫും. വേറെന്തെങ്കിലും പറയ്. ബീഫും പൊറോട്ടയും. എന്റെ പൊന്നു മോനെ, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. എന്നാ ചപ്പാത്തിയും ചിക്കൻ കറി. അത് ഭേദാ. അത് വാങ്ങിത്തരാട്ടാ അച്ഛൻ. അലൈന വന്നിട്ടില്ലേ? അപ്പൊ അതൊക്കെ നടക്കണുള്ളൂ. വരുമ്പോ വരട്ടെ, നമുക്ക് കയറി കഴിക്കാം. അല്ല, ചെറിയ കുട്ടിയല്ലേ, ഫുട്പാത്ത് വിട്ടിട്ട് റോഡിൽ എങ്ങനെ ഇറങ്ങിപ്പോയാലോ? അത്ര ഓവർ ആക്ടിങ് വേണ്ട. ഫുട്പാത്തിൽ കൂടെ കുട്ടി നടന്ന് പഠിക്കട്ടെ. അല്ല, ഞാൻ പറയണത് ആ പോണ ആള്
ബിജുവേട്ടൻ എന്തേലും പറഞ്ഞോ നീ? ഏയ് ഒന്നുമില്ല. എന്നാ വാ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. അതെ, എനിക്ക് തെറ്റിയിട്ടില്ല. ഇത് ബിജുവേട്ടൻ തന്നെയാണ്. ഒരു മോൻ കൂടെ ഉണ്ടെന്ന് തോന്നണല്ലോ. കൂടെ അവളില്ലാലോ, ആ അപർണ. എന്താണ് അവിടെ നിക്കണത്? വരണില്ലേ? ആ ദാ വരണു, അലൈനയും വരണുണ്ട്. ഇതിനുള്ളില് ഒരു കഥ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ട്ടാ. എല്ലാരും ലൈക്ക് ചെയ്യണം. പിന്നെ വാട്സപ്പ് വഴി ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കണേട്ടാ.